തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പേരിൽ ഇത്തവണ ബംഗാളിൽ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടത് ലക്ഷക്കണക്കിന് ആളുകളുടെ പേരുകളാണ്. വർഷങ്ങളായി വോട്ട് ചെയ്യുന്ന അക്തറിനെ പോലെ നിരവധി ആളുകളാണ് വോട്ട് ചെയ്യാൻ പറ്റാതെ കഴിയുന്നത്. കൈലി ന്യൂസ് സംഘത്തിന്റെ ബംഗാൾ യാത്രക്കിടെ കണ്ടുമുട്ടിയ അക്തറിനും മകനും ഇപ്പോഴും അറിയില്ല എന്തുകൊണ്ടാണ് അവരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതെന്ന്. ബംഗാളിൽ ഇത്തവണ അർഹതയുണ്ടായിരുന്നിട്ടും വോട്ടർ ലിസ്റ്റിൽ നിന്ന് പേര് വെട്ടിയത് ലക്ഷക്കണക്കിന് ആളുകളുടെയാണ്. എനിക്കൊപ്പമുള്ള അക്തറിന്റെ വോട്ടും അത്തരത്തിൽ വെട്ടിയതാണ്. भाई साहब आपको पहले वोट था इधर, लेकिन इस बार क्या हुआ? इस बार तो नाम डिलीट कर दिया है, जो कि 2002 में हमारा पापा जी का है, हमारा डिलीट कर दिया. हमारा 2002 का लाइसेंस है. अभी मैंने 3-4 बार वोट भी दिया इधर, अभी डिलीट कर दिया. इस पे वो BLO वगैरह आपको क्या बोल रहे हैं? BLO बोला हम कुछ नहीं कर सकता है, आपने मेरे को जो डॉक्यूमेंट दिया मैंने जमा कर दिया है, अब आगे काम उधर का है. BLO ने भी कुछ नहीं बोला. उसके बाद अपील नहीं किया? अपील किया फिर भी कुछ नहीं है, पेंडिंग हो गया. अभी कुछ बोला ही नहीं है. बोले इलेक्शन बाद कुछ हो सकता है, क्या होगा. नाम तो डिलीट हो गया, अभी तो मैं इलेक्शन दे नहीं सकता ना. हमारा बेटा है उसका भी काट दिया. ഇതുപോലെ വർഷങ്ങളായി വോട്ട് ചെയ്തിട്ട് പോലും ഇത്തവണ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പേര് വെട്ടുന്നു. പിന്നീട് അപ്പീൽ നൽകിയെങ്കിൽ പോലും ഈ ഇലക്ഷന് മുന്നേ അപ്പീൽ പരിഹരിക്കാൻ പോലും ഇവിടെ അധികൃതർ തയ്യാറാകുന്നില്ല. അത്തരത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് അർഹത ഉണ്ടായിരുന്നിട്ട് പോലും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയിരിക്കുന്നത്. കൊൽക്കത്തയിൽ നിന്നും ക്യാമറമാൻ സഞ്ജയ്ക്കൊപ്പം വിഷ്ണു തലവൂർ.